ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് വിശ്വനാഥൻ തമ്പി സേനനുമായി ഫോണിൽ സംസാരിക്കുന്നതാണ്. തമ്പി പറയുകയാണ്, വരട്ട സേന, എന്തും നേരിടാൻ ഞാനിപ്പോൾ തയ്യാറാണ്. പിന്നെ നമുക്ക് ഉടനെ കാണണം. താൻ ക്ലബ്ബ് വരെ ഒന്ന് വാ, ഓക്കെ? ഈ സമയത്ത് അപർണ തമ്പിയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താച്ചാ? എടി മോളെ, നീ പറഞ്ഞത് സത്യമാണ്. CI സേനനാണ് വിളിച്ചത്. എടി മോളെ, ജാനകിയും അബിയും നമ്മൾ കരുതുന്നതിൻ്റെ അപ്പുറത്തുള്ള കളികളാണ് കളിക്കുന്നത്. ജാനകി ഇപ്പോൾ അവളുടെ അമ്മയുടെ പിന്നാലെയല്ല, നിന്റെ അച്ഛൻ്റെ പിന്നാലെയാണ്. അച്ഛനൊന്നും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞേ. മോളെ, ജാനകിയും അബിയും കൂടി എവിടുന്നോ ഒരു സ്ത്രീയെ കണ്ടുപിടിച്ചു. 10 ലക്ഷമാണ് അവർക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. ഒറ്റ മൊഴിക്ക് 10 ലക്ഷം രൂപ. എന്തു മൊഴിയാണെന്ന് അച്ഛനീ പറയുന്നത്? അവളെ 25 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വനാഥൻ തമ്പി പീഡിപ്പിച്ചെന്ന് അങ്ങനെ പോലീസിനോട് പറയാൻ. എന്ത്? അതെ, രാധാമണിന്നോ തങ്കമണിന്നോ മറ്റോ ആണ് അവളുടെ പേര്. അതേക്കുറിച്ച് സേനന് കിട്ടിയ വിവരമാണിത്. ബോംബെക്കാരിയാണെന്നും കേൾക്കുന്നുണ്ട്. അച്ഛൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല, അതും 25 വർഷങ്ങൾക്ക് മുൻപ്. ഈ പ്രായത്തിൽ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് വിലപ്പോകില്ലെന്ന് അവർക്കറിയാം. അതിനാ എൻ്റെ നല്ല കാലം പിടിച്ചത്. സ്ത്രീ പീഡനമാകുമ്പോൾ അത് എന്നു നടന്നാലും മതിയല്ലോ, കാലപരിധിയില്ലല്ലോ. പീഡനം വിളിച്ചു പറയാനുള്ള ധൈര്യം മാത്രം കാണിച്ചാൽ മതി. അച്ഛാ, അപ്പോൾ അതിനാണോ അച്ഛൻ്റെ ഫോട്ടോ അബി കൊണ്ടുവന്നത്? അതെ, ഞാൻ പറഞ്ഞില്ലയോ, അത് തന്നെയാണ് അവൻ്റെ ഉദ്ദേശം. ആ ഫോട്ടോ വെച്ച് അബി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു സ്ത്രീയുടെ വാക്കിൻ്റെ മുൻപിൽ നാണം കെടാൻ പോവാടി നിന്റെ അച്ഛൻ. ജാനകിയെ കളിയാക്കിയതിന് ഇങ്ങനൊരു ശിക്ഷ അവൾ തരുമെന്ന് ഞാൻ കരുതിയില്ല. ഉടനെ കേസ് വരുമെന്നാണ് സേനൻ പറഞ്ഞത്. അച്ഛൻ എന്തിനു ഭയപ്പെടണം? ജാനകി ഏതവളെ വേണമെങ്കിലും കൊണ്ടുവന്നോട്ടെ, നമ്മൾ അതിനെ നേരിടും. ഇവിടെ നീതിയും നിയമവുമൊക്കെ ഉണ്ട്. എന്ത് തെളിവാണ് അവൾ ഹാജരാക്കാൻ പോകുന്നത്? ഒടുവിൽ അവൾക്ക് നല്ലൊരു തുക നഷ്ടപരിഹാരമായിട്ട് ഇങ്ങോട്ട് തരേണ്ടി വരും. എടി മോളെ, കേസ് കോടതിയിൽ പോകുന്നതൊന്നും അല്ല കാര്യം. അങ്ങനെ പോകാനും പോകുന്നില്ല. പക്ഷേ പോലീസിൽ കേസെത്തിയാൽ ലോകം മുഴുവൻ അതറിയില്ലേ? ജാനകിയും അബിയും ലക്ഷ്യം വെക്കുന്നതും അതുതന്നെയല്ലേ? ജനം എന്നെ കല്ലെറിയണം, പെണ്ണ് കേസിൽ നാണം കെടുത്തണം. അവർക്കതേ വേണ്ടൂ. പെണ്ണ് കേസ്, അത് കാട്ടുതീ പോലെ പടർന്നു പിടിക്കും. എന്തായാലും അച്ഛൻ സേനനെ ഒന്ന് കാണട്ടെ. ഉണ്ണിത്താൻ വക്കീലിനെയും കാണണം. അച്ഛാ, അവിവേകമൊന്നും കാണിക്കരുത്. അബിക്ക് തിരിച്ചടി കൊടുക്കുവാൻ നമുക്ക് ശേഷിയുണ്ട്. എടിമോളെ, ഒരുത്തനെ കൊന്നാൽ പോലും ഇത്രയും നാണക്കേടില്ല. എങ്ങനെയെങ്കിലും ഇതൊതുക്കാൻ നോക്കിയേ പറ്റൂ. ഇത് പറഞ്ഞുകൊണ്ട് തമ്പി അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. തമ്പി ഇറങ്ങിപ്പോകുമ്പോൾ വളരെ കോപത്തോടുകൂടി അപർണ സ്വയം വിളിച്ചു പറയുകയാണ്, അപ്പോൾ ഇതായിരുന്നു നിന്റെ ഉദ്ദേശം അല്ലേടി? എൻ്റെ അച്ഛനെ നാണം കെടുത്തണം. നീ ഏത് തങ്കമണിയെയും കൊണ്ടുവാ, എൻ്റെ അച്ഛൻ്റെ മുൻപിൽ അപർണയുണ്ടാവും. തന്തയാരെന്നറിയാത്ത നിനക്ക് തന്തയുടെ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. തുടർന്ന് കാണുന്നത് നിരഞ്ജനയെ കാണുവാൻ വേണ്ടി നിരഞ്ജനയുടെ ഓഫീസിൻ്റെ വാതിക്കൽ കാത്തു നിൽക്കുന്ന അപർണയാണ്. നിരഞ്ജന പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, ജാനകിയെടത്തി, ഏടത്തി വന്നിട്ട് ഒത്തിരി സമയമായോ? 10 മിനിറ്റേ ആയുള്ളൂ. സാരമില്ല. അല്ല, ജാനകിയെടത്തി എന്നെ തേടി കോടതിയുടെ വാതിക്കലേക്ക് വന്നു എന്നറിഞ്ഞു. അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ഏടത്തിയൊന്നും പറഞ്ഞില്ല. എന്താ ഏടത്തി വിഷയം? അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് നിർത്തിവെച്ചു. ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇനി അവിടേക്ക് ചെല്ലണ്ട എന്നും പറഞ്ഞു. അമ്മയെ അപ്പോൾ ഇനിയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റില്ല ഏടത്തി? നമ്മൾ എന്ത് പ്രതീക്ഷയോടുകൂടിയാണ് ആ ഡോക്ടറെ കാണാൻ പോയത്? അല്ല, ഇനി എന്താ ഏടത്തി അടുത്ത തീരുമാനം? മറ്റേതെങ്കിലും ഡോക്ടറെ കാണിക്കാനാണോ? അവർ മോശക്കാരിയായൊരു ഡോക്ടർ അല്ല നിരഞ്ജനെ. അവർക്ക് ചെയ്യാവുന്നതിൻ്റെ അപ്പുറം അവർ ചെയ്തു. എന്തിനേറെ പറയുന്നു, അമ്മയെ ആരും ചെയ്യാത്ത രീതിയിൽ ഭയപ്പെടുത്തി ഉണർത്താൻ പോലും ശ്രമിച്ചു. പേടിയൊന്നൊരു വികാരം തന്നെ അമ്മയ്ക്കില്ല. ഒടുവിൽ അവർ തോറ്റു പിന്മാറുകയായിരുന്നു. ഇനിയിപ്പോൾ മറ്റൊരു ഡോക്ടറെ കാണിച്ചാലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇത് തന്നെയാണ് അമ്മയുടെ ജീവിതം. വീണ്ടും ഒളിവ് ജീവിതം, ട്രീറ്റ്മെൻറ്റ്, അതങ്ങനെ നടക്കും. അബിയേട്ടനും മോളുമാണെങ്കിൽ മറ്റൊരു വശത്ത്. ഏട്ടത്തി, അമ്മ ഏട്ടത്തി അളകാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവാ. അപർണ എന്തിന് ഏട്ടത്തി പരിഹസിക്കണം? അത് നിങ്ങളുടെ വീടല്ലേ. പരിഹസിക്കാൻ വന്നാൽ അത് നിന്റെ വീട്ടിൽ മതിയെന്ന് ഏട്ടത്തി തുറന്നടിച്ചങ്ങോട്ട് പറയണം. അവൾ എന്തു പറഞ്ഞാലും ഏട്ടത്തി മിണ്ടാതെ നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് അവൾ ഏട്ടത്തിയുടെ തലയിൽ കയറുന്നത്. മുമ്പാണെങ്കിൽ ജാനകിയെടത്തി കുറച്ചൊക്കെ പറയുമായിരുന്നു. നിരഞ്ജനെ, നീ മുൻപും ഇതെന്നോട് ചോദിച്ചിരുന്നു, ഏടത്തി എന്തിനാണ് അപർണയുടെ മുമ്പിൽ നിശബ്ദയാകുന്നതെന്ന്. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് അവൾ എൻ്റെ അനിയത്തിയല്ലേ എന്നാണ്. അത് സത്യമാണ്. അമലിൻ്റെ ഭാര്യയാകുന്നതിന് മുൻപ് തന്നെ അപർണ എൻ്റെ അനിയത്തിയായി കഴിഞ്ഞിരുന്നു. ഇത് കേട്ടുകൊണ്ട് നിരഞ്ജനയൊന്ന് അമ്പരപ്പോടുകൂടി ജാനകിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അതെ,
അവൾ ജന്മം കൊണ്ടത് തന്നെ ജാനകിയുടെ അനിയത്തിയാട്ടാ. ഏടത്തി ഏടത്തി ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നിരഞ്ജനെ, ഞാൻ എൻ്റെ അമ്മയെ കണ്ടെത്തിയ വഴികൾ നിനക്കറിയാം. അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തെന്നും നിനക്കറിയാം. പക്ഷേ അമ്മയ്ക്ക് ഈ വിധി നൽകിയതാരെന്ന് നിനക്കറിയില്ല. നിന്നോട് ഞാനത് പറയാതിരുന്നതാണ്, സമയമാവട്ടെ എന്ന് കരുതി. നിന്നോട് മാത്രമല്ല അത് പറയാതിരുന്നത്, എല്ലാവരുടെയും മുൻപിൽ പറയാൻ വേണ്ടി തന്നെയാണ് അമ്മയെ ഞാൻ ചികിത്സയ്ക്കായി കൊണ്ടുപോയത്. അമ്മയുടെ ഓർമ്മകൾ വീണ്ടെടുക്കുവാൻ ശ്രമിച്ചത്. അമ്മയിലൂടെ തന്നെ എല്ലാവരും ആ സത്യം അറിയണമെന്നായിരുന്നു. ഇത് കേട്ടുകൊണ്ട് നിരഞ്ജന ജാനകിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ചോദിക്കുകയാണ്, ആ നീചൻ ആരാണെന്ന് ഏട്ടത്തിക്ക് അറിയാമായിരുന്നോ? എന്നിട്ടാണോ അയാളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുവാൻ ഏട്ടത്തി മടിച്ചത്? മോളെ, അമ്മ പറയുമ്പോഴല്ലേ അതിനൊരു കരുത്തുണ്ടാവുകയുള്ളൂ. പക്ഷേ ഇനി ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് എനിക്ക് കാത്തിരിക്കാനാവില്ല. അമ്മയ്ക്ക് വേണ്ടി ഞാനിനി നീതി ദേവതയുടെ മുൻപിലേക്ക് പോകാൻ പോവുകയാ. ഏട്ടത്തി, ആരാണ് അയാള്? ഇനിയെങ്കിലും ആ സത്യം എന്നോട് പറഞ്ഞുകൂടെ? പറയുക മാത്രമല്ല, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഏട്ടത്തിക്ക് വേണ്ടി ആ കേസ് ഏറ്റെടുക്കണമെന്ന് അപേക്ഷിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. ഏട്ടത്തി, ഇതിനു മുൻപ് ഏട്ടത്തിക്ക് ഞാൻ വാക്ക് തന്നതല്ലേ? അയാൾ ആരാണെന്ന് ഏട്ടത്തി എന്നോട് പറ. ആ സത്യം അറിയുന്ന ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അബിയേട്ടൻ്റെ അച്ഛൻ. അച്ഛൻ മരിക്കുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ അബിയേട്ടനെ മുറിയിലേക്ക് വിളിച്ചു. തുടർന്ന് സൂര്യനാരായണൻ അബിയുടെ മുൻപിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ജാനകി നിരഞ്ജനയോട് പറയുന്നതാണ് കാണുന്നത്. സൂര്യ പറയുകയാണ്, ഞാനും വിശ്വനാഥനും കൂട്ടു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ഓഫീസിൽ അക്കൗണ്ടൻ്റായി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. രാധാമണി എന്നായിരുന്നു അവളുടെ പേര്. ഒരു വാരസ്യർ കുട്ടി, സാധുക്കുട്ടി. ഒരു കാരണവും പറയാതെ പെട്ടെന്നൊരു ദിവസം അവൾ ജോലിക്ക് വരാതെയായി. പിന്നീട് അവൾ വന്നതേയില്ല. വിശ്വനാഥൻ എന്നോട് പറഞ്ഞത് അവൾ ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്നാണ്. പിന്നീട് എപ്പോഴോ ഞാനത് മറന്നു. പക്ഷേ സംഭവിച്ചതെന്താണെന്നറിയുവാൻ എനിക്ക് 10 മാസങ്ങൾ വേണ്ടി വന്നു. ഓഫീസിൽ ഞാനില്ലാതിരുന്ന സമയത്ത് ഓവർ ടൈം ഡ്യൂട്ടി കൊടുത്ത് വിശ്വനാഥൻ അവളെ അവിടെ പിടിച്ചിരുത്തി. ജോലി കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ അവൻ ആ പെൺകുട്ടിയെ നശിപ്പിച്ചു. പിന്നീട് നാളുകൾക്ക് ശേഷം മനോനില തെറ്റിയ ആ അമ്മ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് എവിടേക്കോ ഇറങ്ങിപ്പോയ വാർത്തയാണ് ഞങ്ങൾ കേട്ടത്. പിന്നീട് അവളെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. അതിനുശേഷം ആരൂരുമില്ലാത്ത ആ കുഞ്ഞിനെ എൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നു. വെറും 5 ദിവസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ്. ഞാൻ ആ ചോര കുഞ്ഞിനെ എൻ്റെ കൈകളിൽ ഏറ്റുവാങ്ങി. ഉഴവുചാലിൽ നിന്ന് ലഭിച്ച സീതയാണ് അപ്പോഴെനിക്ക് ഓർമ്മ വന്നത്. ആ നിമിഷം അച്ഛൻ അവൾക്കൊരു പേരിട്ടു, ജാനകി. അതെ, എൻ്റെയും ജാനകിയുടെയും നാശം കാണാൻ വ്രതമെടുത്തു നടക്കുന്ന തമ്പിയുടെ മകളാണ് ജാനകി. ഈ വിവരങ്ങൾ ജാനകി നിരഞ്ജനയുടെ മുമ്പിൽ തുറന്നു പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിരഞ്ജന ജാനകിയുടെ ഇരു കൈകളിലും കയറി അമർത്തിപ്പിടിച്ചുകൊണ്ട്, ജാനകിയെടത്തി, അപർണ ജാനകിയെടത്തിയുടെ ചോരയാണെന്നോ? ഇതുകൊണ്ടാണോ ജാനകിയെടത്തി അവളുടെ മുൻപിൽ കീഴടങ്ങിയത്? ദൈവമേ, സ്വന്തം സഹോദരിയാണെന്ന് അറിയാതെയാണല്ലോ അവൾ ജാനകിയെടത്തിയെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിതെങ്ങനെ വിശ്വസിക്കും ജാനകിയെടത്തി? മോളെ, നിന്റെ ഞെട്ടലും നടുക്കവും ഒക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനിത് 1000 ആവർത്തി അനുഭവിച്ചവളാണ്. അമ്മയെക്കൊണ്ട് അയാൾക്ക് നേരെ നിയമപരമായി നേരിടുവാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അതിനി നടക്കില്ല. അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങും. അയാളെ എനിക്ക് ജയിലിലടയ്ക്കണം. അമ്മയുടെ അച്ഛൻ മാധവ് വാര്യർ അന്ന് മകളെ തമ്പി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തിരുന്നു. തൊട്ടു പിന്നാലെ ഭീഷണി വന്നപ്പോൾ ആ പാവ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അത് കൊലപാതകമാണോ എന്ന് പോലും അറിയില്ല. അന്ന് അമ്മയുടെ അച്ഛൻ പോലീസിൽ കൊടുത്ത കംപ്ലൈൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതിലുണ്ട് എന്ന് പറഞ്ഞ് തുടർന്ന് ജാനകി ഒരു ഫയല് നിരഞ്ജനയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇനി ആ അമ്മയുടെ മോളെന്ന രീതിയിലല്ല, രാധാമണി വാരസ്യരെ സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിലാണ് ഞാൻ കേസുമായി മുൻപോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. തമ്പിയുടെ മകളെന്നുള്ള ലേബൽ ഇനി എനിക്ക് വേണ്ട. ഇത് വെച്ച് കേസ് റീഓപ്പൺ ചെയ്യാൻ നീ കോടതിയെ സമീപിക്കണം. നിരഞ്ജനയ്ക്ക് അത് കഴിയുമോ ഇല്ലയോ എന്നാണ് എനിക്കറിയേണ്ടത്. അതെന്ത് ചോദ്യമാണ് ഏടത്തി? ഈ കേസ് ഞാൻ തന്നെ വാദിക്കും. ഏടത്തിയുടെ ആഗ്രഹം ഈ അനിയത്തി നിറവേറ്റിത്തരും. മോളെ, അയാളെ നീ വെറുതെ വിടരുത്. അയാളെ ജയിലിൽ ചെന്ന് കാണാനുള്ള അവസരം നീ എനിക്കുണ്ടാക്കി തരണം. ഇനിയുള്ള എൻ്റെ ജീവിതം അത് നിനക്ക് ഞാൻ കടപ്പെട്ടിരിക്കും. ഏടത്തി, ഏടത്തിക്ക് വേണ്ടി എന്തിനും ഞാൻ തയ്യാറാ. ദേ, ഏടത്തിയുടെ കൂടെ ഈ ഞാനുണ്ട്. സമാധാനപ്പെട്. ഏടത്തി ചെല്ല്. പൊയ്ക്കോ. ഇത് പറഞ്ഞ് നിരഞ്ജന ജാനകിയെ സമാധാനിപ്പിച്ചു വിടുകയാണ്. തുടർന്ന് കാണുന്നത് അപർണ ഫോണും നോക്കി അളകാപുരിയിലിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായയുമായി ജോലിക്കാരി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല, ജാനകി ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടോ? അവിടെ വീട് വാങ്ങി ഒറ്റയ്ക്ക് താമസിക്കുന്നവൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ ജോലിക്കാരി, അപർണ പറഞ്ഞതുപോലെ ജാനകിക്ക് എന്തെങ്കിലും ഉദ്ദേശമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഭർത്താവും കുഞ്ഞും അവിടെ ഉണ്ടല്ലോ.
അവർ മാറി താമസിക്കാൻ തീരുമാനിച്ചതാവും. അത് നല്ലതാണെന്നല്ലേ കരുതേണ്ടത്? അവളുടെ ഉദ്ദേശം നല്ലതൊന്നുമല്ലെന്ന് മഞ്ജു ചേച്ചി അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഈ സമയത്ത് വാതിക്കൽ കാറിന്റെ ഹോൺ ശബ്ദം കേട്ടുകൊണ്ട് പെട്ടെന്ന് ജോലിക്കാരി പറയുകയാണ്, ആ നിരഞ്ജനയാണെന്ന് തോന്നുന്നു. അത് കേട്ടിട്ട് അപർണ പറയുകയാണ്, ദേ അവൾക്ക് ചായ കൊടുക്കാനൊന്നും നിങ്ങൾ ഓടണ്ട, അവൾ വേണ എടുത്ത് കുടിക്കട്ടെ, നിങ്ങൾ ചെല്ല്. ഇത് കേട്ടുകൊണ്ട് മഞ്ജു അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ഹാളിലേക്ക് കയറി വരുന്ന നിരഞ്ജന കുറച്ചേറെ സമയം അപർണയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് നിരഞ്ജനയുടെ മനസ്സിലേക്ക് സൂര്യനാരായണൻ പറഞ്ഞ വാക്കുകൾ ഓടി വരുന്നുണ്ട്. എന്റെയും ജാനകിയുടെയും നാശം കാണുവാൻ വ്രതമെടുത്തു നടക്കുന്ന തമ്പിയുടെ മകളാണ് അപർണ. ഉടനെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അപർണ ചോദിക്കുകയാണ്, അല്ല നിരഞ്ജന എന്താണ് എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ നോക്കുന്നത്? അതിന് നിരഞ്ജന, ഇപ്പോൾ അപർണയെ കാണുമ്പോൾ എനിക്ക് മുമ്പത്തേക്കാൾ സ്നേഹമാണ് തോന്നുന്നത്. ഹ, പെട്ടെന്നെന്താണ് അങ്ങനെ ഒരു തോന്നൽ വരാൻ? ആവോ അറിയില്ല. സ്നേഹിച്ച് കൊല്ലാതിരുന്നാ മതി. അല്ല അപർണേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. അല്ല, ചോദ്യം കോടതിയിൽ ചോദിക്കുന്നത് പോലെ ആവരുത്. അപർണ എങ്ങനെയൊക്കെ പരിഹസിച്ചിട്ടും ജാനകിയിടത്തി മറുത്തൊന്നും പറയാതെ കേട്ടു നിൽക്കുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മുമ്പ് എന്തെങ്കിലുമൊക്കെ മറുപടി പറയുമായിരുന്നു, ഇപ്പോൾ വേദനയോടെ കേട്ടു നിൽക്കുന്നതാണ് പതിവ്. ചിലപ്പോൾ ചെറുതായിട്ട് ചിരിക്കുന്നതും കാണാം. അതിനെന്തെങ്കിലും കാരണമുള്ളതായിട്ട് അപർണയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ആരാണെന്ന് അവൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ട് ഒരു ചെറിയ ചിരിയോടുകൂടി നിരഞ്ജന പറയുകയാണ്, അപർണ ആ പറഞ്ഞ കാര്യം സത്യമാണ്. അപ്പോൾ അപർണ, അബിയുടെയും ജാനകിയുടെയും പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നിരഞ്ജനയും കൂടി ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് ഞെട്ടിപ്പോകണ്ടല്ലോ. അമ്മയെ തേടി നടന്ന് നാണം കെട്ടതിന് പകരമായി എന്നെയും അച്ഛനെയും താറടിച്ച് കാണിക്കുവാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ജാനകി. എൻ്റെ അച്ഛനെ പെണ്ണ് കേസിൽ കൊടുക്കുവാൻ വേണ്ടി കൊണ്ടുപിടിച്ചുള്ള ശ്രമത്തിലാണ്, അതും അച്ഛൻ്റെ ഈ പ്രായത്തിൽ. അമ്മയെ തേടിയൊന്നും അല്ല ജാനകി പോയത്. അമ്മയെ കണ്ടെത്താനാവില്ലെന്ന് അവൾക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ നിരഞ്ജന ചോദിക്കുകയാണ്, അപർണ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? ഒരിക്കൽ നിരഞ്ജന എന്നോട് ചോദിച്ചില്ലേ, ജാനകിയെ വെറുതെ വിട്ടുകൂടെന്ന്. എനിക്കെതിരെ അവൾ തിരിഞ്ഞു. അതറിഞ്ഞു വെച്ചിട്ട് അവളെ വെറുതെ വിടാൻ എനിക്ക് പറ്റുമോ? അവളുടെ നീക്കങ്ങളൊക്കെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. പണ്ട് ഓഫീസിൽ പണിയെടുത്ത ഏതോ ഒരു ജോലിക്കാരിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനെതിരെ പരാതി കൊടുക്കാനാണ് അബിയുടെയും ജാനകിയുടെയും പുതിയ ഓട്ടം. എൻ്റെ അച്ഛനെ കള്ളക്കേസിൽ കുടുക്കി കളങ്കപ്പെടുത്താമെന്നുള്ളത് ജാനകിയുടെ ഒരു വ്യാമോഹം മാത്രമാണ്. ഇതായിരിക്കും അവളുടെ നാശത്തിന്റെ തുടക്കവും ഒടുക്കവും. നീ ഇതിപ്പോൾ തന്നെ നിന്റെ ഏട്ടത്തിയമ്മയെ വിളിച്ചു പറയുമെന്ന് എനിക്കറിയാം. പിന്നെ ഇതൂടെ നീ പറഞ്ഞേക്ക്, എൻ്റെ അച്ഛനെ തൊട്ട് കളിച്ചാൽ അവൾക്ക് ഈ ജന്മം മുഴുവൻ കരയാനുള്ള വിധി അപർണ സമ്മാനിക്കുമെന്ന്. നെഞ്ചു പൊട്ടി കരയാൻ തയ്യാറാണെങ്കിൽ കള്ളക്കേസുമായിട്ട് വരാൻ പറ. എന്തിനും തയ്യാറായി അപർണ ഇവിടെ തന്നെയുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് അപർണ മുകളിലേക്ക് കയറി പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് നിരഞ്ജന മനസ്സിൽ പറയുകയാണ്, ശരിക്കും ഇനി ഇവിടെ ഒരു യുദ്ധം തന്നെയാണ് നടക്കാൻ പോകുന്നത്. തുടർന്ന് കാണുന്നത് ക്ലബിൽ ഇരുന്നു കൊണ്ട് തമ്പി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അവിടേക്ക് ഉണ്ണിത്താൻ വക്കീൽ വരുന്നുണ്ട്. വക്കീൽ വന്നിരുന്നിട്ട് പറയുകയാണ്, ഞാൻ കഴിക്കുന്നില്ല. തമ്പി എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ അന്ന് തന്നോട് പറഞ്ഞില്ലേ, അബി എനിക്കെതിരായിട്ട് ചില നീക്കങ്ങൾ നടത്തുന്നവരും. അതെ, ചെറിയ കളിയൊന്നും അല്ല വക്കീലെ. ഞാൻ ഏതോ ഒരു പെണ്ണിനെ 25 വർഷങ്ങൾക്ക് മുമ്പ് റേപ്പ് ചെയ്തു എന്നുള്ള പേരിലാണ് കേസ് വരാൻ പോകുന്നത്. 25 വർഷം മുമ്പോ? തമ്പിയെ പെണ്ണ് കേസിൽ കൊടുക്കണമെങ്കിൽ 25 വർഷത്തെ പിന്നോട്ട് പോകേണ്ട കാര്യം എന്താണ്? കാശ് വാങ്ങി എന്തും ചെയ്യാൻ മനസ്സുള്ള ഒരു പെണ്ണിനെ അങ്ങ് കണ്ടെത്തിയാൽ പോരെ. അതൊന്നും ക്ലച്ച് പിടിക്കത്തില്ലെന്ന് അബിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് 25 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പേരിൽ ആരോ ഒരാൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പോലും. അങ്ങനെയുള്ളൊരു സംഭവം ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷേ അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ അടുത്ത കേസ് വരാൻ പോകുന്നത്. തമ്പി അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ലെന്നേ. താൻ ഇന്നോ ഇന്നലെയോ ആണോ ഈ കേസൊക്കെ കാണുന്നത്? അതല്ല വക്കീലെ ഇവിടുത്തെ പ്രശ്നം. ഒരു പെണ്ണ് കേസ് വന്നാൽ ഞാൻ പിന്നെ എങ്ങനെ എൻ്റെ മോളുടെ മുഖത്ത് നോക്കും? പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അതൊരു നാറ്റക്കേസല്ലേ. ഇവരിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വക്കീൽ സക്കീർ ഹുസൈൻ അവരുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നുണ്ട്. ഉടനെ ഇത് കണ്ടിട്ട് തമ്പി പറയുകയാണ്, എല്ലാത്തിൻ്റെയും സൂത്രധാരൻ ദേ ഇവൻ ഒരൊറ്റയൊരുത്തനാ. എന്നിട്ട് തമ്പി സക്കീർ ഹുസൈനോട് ചോദിക്കുകയാണ്, ഏതവളെയാടൂ താൻ എനിക്കെതിരെ രംഗത്തിറക്കാൻ പോകുന്നത്? അത് ആരാണെന്ന് എന്നേക്കാൾ നന്നായിട്ട് തമ്പിക്കല്ലേ അറിയത്തുള്ളൂ. പിന്നെന്തിനാടൂ താൻ എൻ്റെ പേരും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്? തമ്പി പേടിക്കണ്ട, ഒരു പെണ്ണും നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വരാൻ പോകുന്നില്ല.
ഇത് കളി വേറെയാണ് തമ്പി. ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് ഉണ്ണിത്താൻ വക്കീല് സക്കീർ ഹുസൈനോട് പറയുകയാണ്, എടോ സക്കീർ ഹുസൈനെ, തൻ്റെ ഈ ബ്രോക്കർ പണി നിർത്തുന്നതാ തനിക്ക് നല്ലത്. എടോ, തമ്പിക്കെതിരെ എന്തെങ്കിലും തരികിടകളുമായിട്ട് ആര് വന്നാലും അതിനെ നേരിടുന്നത് ഞാൻ തന്നെയായിരിക്കും. താനേ ആ സൂര്യനാരായണന്റെ വാലായിട്ട് നടക്കുകയായിരുന്നല്ലോ, അയാളുടെ മോനോട് പോയി പറഞ്ഞേക്ക് തമ്പിയെ തൊട്ടാൽ ഉണ്ണിത്താൻ വക്കീലിന് നോകുമെന്ന്. അപ്പോൾ സക്കീർ ഹുസൈൻ, പറയാം, ഉണ്ണിത്താൻ വക്കീൽ പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട. ഇത്രയും പറഞ്ഞ് സക്കീർ ഹുസൈൻ എഴുന്നേറ്റ് പോവുകയാണ്. തുടർന്ന് ഉണ്ണിത്താൻ തമ്പിയോട് പറയുകയാണ്, എടോ, തനിക്ക് എന്തൊരു പ്രശ്നം വന്നാലും ഈ ഞാനുണ്ടോ തനിക്ക്, എനിക്ക് അത് മാത്രം കേട്ടാൽ മതി. ഇത്രയും പറഞ്ഞ് വീണ്ടും ഒരു കവൾ മദ്യവും കൂടി കുടിച്ച് തമ്പി അങ്ങനെ വല്ലാത്തൊരു ചിരിയോടെ ഉണ്ണിത്താൻ വക്കീലിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. തുടർന്ന് കാണുന്നത് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയാണ്. അബി ചോദിക്കുകയാണ്, ജാനകി ഒരു നിയമ പോരാട്ടത്തിന്റെ വഴി തുറന്നു വെച്ചിരിക്കുകയാണ്. അബിയേട്ടാ, ഞാനത് ചെയ്യേണ്ടതല്ലേ? നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്ത എനിക്കിപ്പോൾ ഇല്ല. തുടർന്ന് അമലിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അപർണ പറയുകയാണ്, എൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് രാധാമണി വാരസ്യർ എന്ന് പറയുന്നൊരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ കുടുക്കുവാനുള്ള ഒരു അന്തർനാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് അമലിന്റെ മുഖത്ത് നോക്കി അബി പറയുകയാണ്, ജാനകിയുടെ അമ്മയുടെ കഥ ഒരു 90% ഞാൻ നിന്നോട് പറഞ്ഞു, 10% ഞാൻ പറയാതെയും ഇരുന്നു. ആ 10% കഥ എന്താണ് എന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ് ജാനകിയുടെ അമ്മയുടെ ജീവിതം തകർത്ത ആ രാക്ഷസന്റെ കഥ. ആ മുഖം നിനക്ക് കാണണമെങ്കിൽ നീ ആർക്കു വേണ്ടിയാണോ ഇപ്പോൾ എന്നോട് ചോദിക്കാൻ വന്നത്, അയാൾ തന്നെ. തമ്പി. ഈ വാക്ക് കേട്ടുകൊണ്ട് അമൽ ഒരു ഞെട്ടലോടെ അബിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ്.